പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗം ബുധനാഴ്ച കൗൺസിൽ ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അവതരിപ്പിച്ചു. സംസ്ഥാന ബഡ്ജറ്റിൽ പ്ലാൻ ഫണ്ട് സാധാരണ വിഹിതം ഇനത്തിൽ 9,78,92,000 രൂപയാണ് വകയിരുത്തിയതെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റിൽ അത് 2,91,83,000 രൂപയായും പട്ടികജാതി പ്രത്യേക ഘടക പദ്ധതി വിഹിതം 2,02,66,000 രൂപയിൽ നിന്ന് 1,72,26,000 രൂപയായും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പ്ലാൻ ഫണ്ടിന് പകരം ഉപയോഗിക്കാവുന്ന ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് വിഹിതം പുതുക്കിയ ബഡ്ജറ്റ് പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രസ്തുത ഫണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കാത്തത് കാരണം ഫലത്തിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്റെ വാർഡിലുമെല്ലാം പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. ഇന്നത്തെ നിലയിൽ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവും നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അവിടെ പറഞ്ഞ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ ഗ്രാന്റ് കിട്ടുന്ന ഘട്ടം തന്നെ ഏത് ഘട്ടത്തിലാണ് ഗ്രാന്റ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും എങ്ങനെ ഗ്രാന്റ് വിനിയോഗിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ദ്രവം വന്നിട്ടില്ല. അത് വന്ന് അതിന്റെ ഗഡു കിട്ടുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കും. അതോടുകൂടി നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ള വിനിയോഗ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ സാധിക്കാത്ത നിലയിൽ നിന്നുണ്ട്. നഗരസഭയ്ക്കായി അനുവദിച്ച പ്ലാൻ ഫണ്ട് വിഹിതം പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഗണ്യമായി വെട്ടിക്കുറച്ചത് നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചുവെന്ന് പി ശ്യാമള അറിയിച്ചു. എം രാമകൃഷ്ണൻ പിന്താങ്ങി. പ്രതിപക്ഷ നേതാവ് എ കെ ശ്രീജയുടെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കാരണം നമുക്കറിയാം LDF ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വികസന ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഈ അവസാനം നമുക്ക് മൂന്നാമത്തെ ഗഡു ലഭിക്കാതെയാണ് LDF സർക്കാർ മടങ്ങിപ്പോയത്. 2,750 കോടി രൂപയാണ് തരാതെ ബാക്കി വെച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഭരണപക്ഷ കൗൺസിലർമാർ പ്രമേയം കൈയടിച്ചു പാസാക്കി. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് കൗൺസിൽ യോഗം പ്രമേയം പാസാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.